കോട്ടയം ജില്ലയിൽ മഴയ്ക്ക് അല്പം ശമനമായെങ്കിലും മഴക്കെടുതിക്ക് ശമനമില്ല. മലയോര മേഖലയിലെ മിന്നൽ പ്രളയത്തിൽ ജില്ലയുടെ പടിഞ്ഞാറൻ മേഖല ഇപ്പോഴും വെള്ളത്തിലാണ്. വീടുകളിൽ വെള്ളം കയറിയതോടെ നിരവധി പേർ ദുരിതാശ്വാസ ക്യാമ്പുകളിലേക്ക് മാറി. ജില്ലയുടെ പടിഞ്ഞാറൻ മേഖലയിലെ ആർപ്പൂക്കര, കുമരകം, തിരുവാർപ്പ്, ഐമനം എന്നീ പഞ്ചായത്തുകളിലെ താഴ്ന്ന പ്രദേശങ്ങൾ ഇപ്പോഴും വെള്ളത്തിലാണ്. കിഴക്കൻ മേഖലയിലുണ്ടായ അതിതീവ്ര മഴയുടെ ദുരിതം പേറുകയാണ് പടിഞ്ഞാറൻ ജനത. 2015 വെള്ളം വന്നിട്ടുണ്ട്, ഇത്രയും വെള്ളം വന്നിട്ടില്ല. 2018 നല്ല വെള്ളപ്പൊക്കമായിരുന്നു. അത് കഴിഞ്ഞ് ഇപ്പം നല്ല വെള്ളം വന്നിരിക്കുന്നത്. ഇത്തവണ ഒഴുക്കൽപ്പം കൂടുതലാണോ? ഒഴുക്കൽപ്പം കൂടുതൽ തന്നെയാണ്. ഈ പ്രദേശത്തെ താഴ്ന്ന ഭാഗങ്ങളെല്ലാം ഇപ്പോൾ വെള്ളത്തിനടിയിലായി കഴിഞ്ഞു. വെള്ളത്തിനടിയിലായി. ഇപ്പോൾ ഈ പ്രദേശത്തെല്ലാം തന്നെ വെള്ളത്തിനടിയിലായി. അവിടെയുള്ള അകത്ത് ഭാഗം എല്ലാം വെള്ളമാണ്. അതിലൊന്നും വണ്ടി ഓടാനൊന്നും പറ്റുന്നില്ല. ഇതിൻ്റെ അത് ഏറ്റവും വലിയ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മലമൂത്ര വിസർജനം ചെയ്യാനുള്ള ബുദ്ധിമുട്ടാണ് ഏറ്റവും വലിയ പ്രശ്നം. കാരണം എന്ന് വെച്ചാൽ ഇത് പൊങ്ങി വരും. പൊങ്ങി വന്നിട്ട് അവർക്ക് ഇത് പോകാൻ പറ്റത്തില്ല. പ്രാഥമിക ആവശ്യം നിർവഹിക്കാൻ കഴിയുന്നില്ല. അതൊരു ബുദ്ധിമുട്ട് തന്നെയാണ്. പിന്നെ മറ്റു സാധനം വെള്ളം കിട്ടത്തില്ല, ശുദ്ധജലം. കുടിക്കാൻ വെള്ളമില്ല. കടലിൽ വെള്ളമുണ്ട്, പക്ഷേ കുടിക്കാനൊരു വെള്ളം ഇല്ലെന്ന് പറഞ്ഞ അവസ്ഥയാണ്. വീടുകളിൽ വെള്ളം കയറിയതോടെ പലരും ബന്ധുവീടുകളിലേക്കും ദുരിതാശ്വാസ ക്യാമ്പുകളിലേക്കും മാറിക്കഴിഞ്ഞു. എപ്പം മുതലാണ് വെള്ളം കയറാൻ തുടങ്ങിയത്? ഇന്ന് 2-3 ദിവസമായി. ഇന്നലെ രാത്രി വരെ പോവേണ്ടതില്ല, ഇവിടെ നിൽക്കാമെന്നുള്ള പ്രതീക്ഷയിലെ പോയിട്ട് സാധനം എല്ലാം പൊക്കി വെക്കണ്ടേ, അതിനു വേണ്ടി വന്നു. എല്ലാം ഉയരത്തിൽ വെച്ചു. പക്ഷെ ഒരു രക്ഷയില്ല, കട്ടിൽ വരെ മുങ്ങി. 2018 വെള്ളത്തിന് ശേഷമുള്ള വലിയ വെള്ളപ്പൊക്കമാണെന്ന് പറയുന്നു, ശരിയാണോ? ശരിയാ. ഈ ഒരു രക്ഷയില്ല, അല്ലെങ്കിൽ ഞങ്ങൾ പോകത്തില്ല, അവിടെ കിടക്കത്തേ ഉള്ളൂ. എന്നിട്ട് ഒറ്റ രാത്രിയിൽ കൊണ്ടാണ് ഇത്രയും വന്ന വെള്ളം. ഇറക്കമൊന്നും ഇട്ടില്ല, ഇതുപോലെ തന്നെ നിൽക്കുക. അവിടെ വെള്ളം നിൽക്കുക, അതുപോലെ തന്നെ നിൽക്കുക. ഒറ്റപ്പെട്ടുപോയ കിടപ്പ് രോഗികൾ ഉൾപ്പെടെയുള്ളവരെ അഗ്നിരക്ഷാസേനയാണ് രക്ഷപ്പെടുത്തിയത്. ഇവിടെ ഏകദേശം ഒരു 500 മീറ്റർ അപ്പുറത്തു നിന്നാണ് നമ്മൾ രക്ഷാപ്രവർത്തനം നടത്തിയേക്കണത്. അപ്പോൾ അദ്ദേഹത്തിന് നടക്കാനും രോഗിയായിരുന്നു, അപ്പോൾ നടക്കാനൊന്നും പറ്റാത്ത അവസ്ഥയായിരുന്നു. വീടിന് അകത്തോട്ട് വെള്ളം കയറിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോഴാണ് നമ്മൾ വിളിച്ചത്. നമ്മളിന്ന് റെസ്ക്യൂ ചെയ്തു. ഇനിയിപ്പോൾ ഒരാളൂടെ ഉണ്ട്, അദ്ദേഹത്തിന് എടുക്കാൻ പോവുകയാണ് നമ്മൾ. അതും കിടപ്പ് രോഗി തന്നെയാണോ? അല്ല, അത് കൂടെ ഉണ്ടായിരുന്ന ആളാണ്. അവിടെ 2 പേരുണ്ടായിരുന്നു. ആ വീട്ടിൽ 2 പേരുള്ളായിരുന്നു. അവിടെ എല്ലാം ഒരുപാട് പേരവിടെ കുടിയും കിടപ്പുന്നുണ്ട്. മീനച്ചിലാർ കര കവിഞ്ഞതാണ് പടിഞ്ഞാറൻ മേഖലയിലെ ദുരിതത്തിന് കാരണം. 100-ലധികം ദുരിതാശ്വാസ കേന്ദ്രങ്ങളാണ് ജില്ലയിൽ പ്രവർത്തിക്കുന്നത്. സാംജിത് ആർപ്പൂക്കരയ്ക്കൊപ്പം സനോജ് സുരേന്ദ്രൻ, കൈരളി ന്യൂസ്, കോട്ടയം.